അപ്പോൾ ഇന്നത്തെ ദിവസം ജനുവരി 26-ാം തീയതി കേട്ടാ. ഇന്നത്തെ ദിവസേ നമ്മുടെ ഇന്ത്യയിൽ റിപ്പബ്ലിക് ഡേയാ. ആ ഫ്രാങ്ക്ലിനാ, ഇന്നിപ്പോ റിപ്പബ്ലിക് ഡേ ആയിട്ട് എന്താ പരിപാടി? ഫ്ലാഗ് ഹോസ്റ്റിംഗ് ഒക്കെ ചെയ്യണ്ട? ഫ്ലാഗ് ഹോസ്റ്റിംഗ് ചെയ്യാനായിട്ട് ഇത് ഇന്ത്യ അല്ല, ലോസ് ആൻഡോസാ. ഇവിടെ നമുക്ക് ഇന്ത്യയുടെ ഫ്ലാഗ് പോലും മേടിക്കാൻ കിട്ടില്ല. അതാണ് പ്രശ്നം. പക്ഷേ ഞാനേ ഒരു കാര്യം ചെയ്യാൻ പോവാ. ഇതൊരു ചെറിയ സോഷ്യൽ എക്സ്പെരിമെൻ്റ് ആണ്. അത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് വലിയ ഉറപ്പില്ല. എന്നാലും നമുക്ക് നോക്കി നോക്കാം. സോഷ്യൽ എക്സ്പെരിമെന്റാ? അണ്ണനപ്പോ എന്താ ചെയ്യാൻ പോണേ? അതൊക്കെ ഉണ്ട്. നിങ്ങൾ തൽക്കാലം വന്ന് വണ്ടിയിൽ കയറ്. ഈ എക്സ്പെരിമെന്റ് പിന്നെ നടക്കുമെന്ന് എനിക്ക് തന്നെ വില ഉറപ്പില്ല കേട്ടാ. എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇന്നത്തെ ദിവസം മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, പിന്നീട് നമുക്ക് ചെയ്യാൻ പറ്റില്ലേ. നമുക്കപ്പോൾ ആദ്യമേ നേരെ സിമ്മയുടെ ഷോറൂമിലേക്ക് പോവാം. എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. സിമിയോന്റെ ഷോറൂമിലേക്കാ? ഓ, എനിക്ക് മനസ്സിലായി. അണ്ണൻ ഒരു പുതിയ വണ്ടി മേടിക്കാൻ പോവല്ലേ? അത് മിക്കവാറും ഇന്ത്യൻ കാറായിരിക്കും. മനസ്സിലായി ഫ്രാങ്ക്ലിനാ? എടാ ഷിൻചാനെ, ഇന്ത്യൻ കാറൊന്നുമല്ല. നിനക്ക് ഇപ്പോഴും മനസ്സിലായില്ല? നമ്മുടെ ഇന്ത്യൻ ഫ്രാങ്ക്ലിനില്ലേ, അവൻ പണ്ട് ഇന്ത്യയിൽ വെച്ചിട്ട് ഒരു എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ എക്സ്പെരിമെന്റ് തന്നെ ഞാനും ചെയ്യാൻ പോണേ. അവൻ പക്ഷെ ഫോർച്യൂണർ വെച്ചിട്ടാ ചെയ്തേ. ഞാൻ റേഞ്ച് റോവർ വെച്ചിട്ട് ചെയ്യാൻ പോണേ. ഫോർച്യൂണർ, റേഞ്ച് റോവർ? അണ്ണൻ എന്തായി പറയണേ? എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല. എനിക്ക് കാര്യം പിടികിട്ടിയില്ലേ? എടാ ഷിൻചാനെ, എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നിനക്ക് കാണിച്ചു തരാം. അപ്പോൾ നിനക്ക് പതിയെ മനസ്സിലായിക്കോളും. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, നേരെ സിമ്മയുടെ ഷോറൂമിലേക്ക് പോവാം. ഓക്കെ, നമ്മളങ്ങനെ സിമ്മയുടെ ഷോറൂമിലേക്ക് വന്നേക്കാണ് കേട്ടാ. ഇതെന്തത്? സിമ്മയുടെ ഷോറൂം ഫുള്ള് കാലിയാണല്ലോ. ഇന്ന് പിന്നെ റിപ്പബ്ലിക് ഡേ അല്ലേ. സിമ്മയുടെ ഷോറൂമിൽ നിറച്ച് വണ്ടികൾ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചേ. ഇന്ന് വല്ല സെയിലൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചു. ഇത് പിന്നെ ഫുള്ള് കാലിയാ. സിമ്മയോടൊന്നും ചിലപ്പോൾ പണിയൊന്നും ഉണ്ടാവില്ല. എടാ ഫ്രാങ്ക്ലിന്, നീയായിരുന്നാ? എന്താ കാര്യം? ഇന്ന് പിന്നെ ഇവിടെ വണ്ടികളൊന്നും ഇല്ല. ഷോറൂം ഫുള്ള് കാലിയാ. കാലത്ത് തന്നെ എല്ലാ വണ്ടികളും വിറ്റുപോയി. ആടെ സിമ്മോണെ, അത് കുഴപ്പമില്ല. ഞാൻ പക്ഷേ വണ്ടികൾ ബുക്ക് ചെയ്യാനാ വന്നേ. എനിക്ക് റേഞ്ച് റോവർ വേണം. ഒരെണ്ണമൊന്നല്ല കേട്ടാ, ഒരു 24 റേഞ്ച് റോവർ വേണം. 24 റേഞ്ച് റോവറാ? എടാ ഫ്രാങ്ക്ലിന്, നീ എന്താ പറയണേ? 24 റേഞ്ച് റോവറാ? നീ എപ്പോ ഇതൊക്കെ വെച്ച് എന്താ ചെയ്യാൻ പോണേ? വല്ല ടാക്സിയുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണ്ട, അതിനാണോ? ടാക്സിയുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണ്ടോന്ന് ചോദിച്ചാ സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ ഇന്നല്ല. ഇന്നെനിക്ക് വേറെ എന്തൊരു കാര്യം ചെയ്യാണ്ട്. അതിൽ പിന്നെ 24 കാർ ഉണ്ടാവില്ലേ, അതിൽ ഒരു 8 എണ്ണം ഓറഞ്ച് കളറിൽ, 8 എണ്ണം ഗ്രീൻ കളറിൽ, 6 എണ്ണം വൈറ്റ് കളറിലും, പിന്നെ 2 എണ്ണം ബ്ലൂ കളറിലും. ആടാ ഫ്രാങ്ക്ലിന്, മനസ്സിലായി. അല്ല, ഇതൊക്കെ ഞാൻ എങ്ങോട്ടേക്ക് കൊണ്ടുവരണ്ടേ? എവിടെ ഡെലിവറി ചെയ്യണ്ടേ? നിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നാൽ മതിയോ? ഏയ്, എൻ്റെ വീട്ടിലേക്ക് വരണ്ട. നിനക്ക് സാൻഡി ഷോർസ് എയർപോർട്ട് അറിയില്ലേ, അങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ മതി. ഞാനും ഷിൻചാനും പിഞ്ചാനും അവിടെ വെയിറ്റ് ചെയ്യണ്ടാവും. ആടാ ഫ്രാങ്ക്ലിന്, നീ ഒരു 2 മണിക്കൂർ വെയിറ്റ് ചെയ്യ്, ഞാൻ കാറുകളൊക്കെ കൊണ്ടുവരാം. 8 എണ്ണം ഗ്രീൻ കളറ്, 8 എണ്ണം ഓറഞ്ച് കളറ്, പിന്നെ 6 എണ്ണം വൈറ്റ്, പിന്നെ 2 എണ്ണം ബ്ലൂ. അങ്ങനെയല്ലേ? മനസ്സിലായി. ഞാനിപ്പോൾ തന്നെ എല്ലാം സെറ്റാക്കി കൊണ്ടുവരാം. ഓക്കെ ഗേയ്സ്, ഇവിടെ ഇപ്പോൾ നമ്മളെ വണ്ടികളൊക്കെ ബുക്ക് ചെയ്തേക്കാണ് കേട്ടാ. ഇവിടെ ഇപ്പോൾ സിമിയോണ് ആകെ കൺഫ്യൂഷനായി. ഞാൻ പിന്നെ കുറേ വണ്ടികൾ ബുക്ക് ചെയ്തിട്ടുണ്ടേ. അവൻ വിചാരിച്ചത് ഞാൻ ടാക്സിയുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാന്ന്. ഞാൻ ടാക്സിയുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും, പക്ഷേ ഇന്നല്ല. ഇന്ന് നമുക്ക് ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ടാക്സിയുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. കളർ കോമ്പിനേഷനൊക്കെ സിമിയോണ് ഓർമ്മയുണ്ടാവും. അവനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. കറക്റ്റായിട്ട് കൊണ്ടുവന്നാൽ മതിയായിരുന്നു. അല്ല ഫ്രാങ്ക്ലിനാ, ഈ കൂട്ടത്തില് ഓറഞ്ച് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ബ്ലൂ ഉണ്ട്, വൈറ്റ് ഉണ്ട്. അണ്ണനപ്പോ ഈ കാറുകൾ വെച്ചിട്ട് ഇന്ത്യൻ ഫ്ലാഗ് ഉണ്ടാക്കാൻ പോവാണോ? യെസ്, യു ആർ റൈറ്റ്. ഞാൻ ഈ കാറുകൾ വെച്ചിട്ട് ഒരു ഇന്ത്യൻ ഫ്ലാഗ് ഉണ്ടാക്കാൻ പോവാ. ഇപ്പം നിനക്ക് മനസ്സിലായെന്ന് വിചാരിക്കണോ? മേലെ ഓറഞ്ച്, അടിയിൽ ഗ്രീന്, നടുക്കിൽ വൈറ്റ്, പിന്നെ അതിൻ്റെ ഇടയിൽ മറ്റേ അശോക ചക്രം ഉണ്ടാവില്ലേ, അതിനാണ് ബ്ലൂ കളറ്. ആ ഫ്രാങ്ക്ലിനാ, ഇപ്പൊ എനിക്ക് മനസ്സിലായിട്ടാ. ഇതേപോലത്തെ ഒരു എക്സ്പെരിമെന്റ് ഇല്ലേ, അത് നമ്മുടെ ഇന്ത്യൻ ഫ്രാങ്ക്ലിൻ ചെയ്യുന്നുണ്ടായിരുന്നില്ലേ? ഓ, അതല്ലേ അണ്ണൻ നേരത്തെ പറഞ്ഞേ. അതിന്റെ ഫോട്ടോ എൻ്റെ കയ്യിൽ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഒരു മിനിറ്റ്, ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ ഉണ്ടാവും. ഇതല്ലേ
അണ്ണൻ ഉദ്ദേശിച്ചേ? ആടഷിഞ്ചാനെ, ഞാൻ തന്നെയാ ഉദ്ദേശിച്ചേ. ഇതേപോലെ നമുക്കും ചെയ്യാം. അതിനാണ് ഞാൻ റേഞ്ച് റോവർ ബുക്ക് ചെയ്തത്. ഇവിടെ പിന്നെ ഫോർച്യൂണർ കിട്ടില്ല, റേഞ്ച് റോവർ കിട്ടും. നമുക്കപ്പോൾ അത് വെച്ച് ചെയ്യാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമ്മളെ സാൻഡി ഷോർസ് എയർപോർട്ടിലേക്ക് വന്നേക്കാണ് കേട്ടാ. ഇത് പിന്നെ ലോസ് ആൻഡോസ് എയർപോർട്ട് പോലെയല്ല, ഇതൊരു ചെറിയ എയർപോർട്ടാ. ഇവിടെ പിന്നെ അധികം പ്ലെയിനുകളൊന്നും വരില്ല. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, ആ എക്സ്പെരിമെൻ്റ് ഇല്ലേ അത് ഇവിടെ വെച്ച് ചെയ്യാം. ഇവിടെ ഇപ്പോൾ ചെയ്തുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. സിമിയോണ എവിടെയാ? സിമിയോണെ കാണലില്ലോ. ഇതൊരിക്കും വണ്ടികളൊന്നും വന്നിട്ടില്ല. നമുക്ക് കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം, അവനപ്പോഴേക്കും കൊണ്ടുവരും. Meanwhile, ഓക്കെ ഗേസ്, സിമിയോൺ അങ്ങനെ വണ്ടികളൊക്കെ കൊണ്ടുവന്നേക്കാണ് കേട്ടാ. ഇത് കണ്ടില്ലേ, ഇവിടെ ഇഷ്ടം പോലെ റേഞ്ച് റോവർ ഉണ്ട്. സിമിയോൺ പിന്നെ അങ്ങനെയാ, ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്തു തരും. അല്ല സിമിയോണെ, അപ്പം എത്രയായി? ഇവിടെ ഇപ്പോൾ എല്ലാം കൂടിയിട്ട് ഒരു $50 ബില്യൺ ഉണ്ട്. ഇന്ന് പിന്നെ റിപ്പബ്ലിക് ഡേ അല്ലേ, അതുകൊണ്ട് ഞാൻ നിനക്ക് ഒരു ഡിസ്കൗണ്ട് തരാം. നീ അപ്പോൾ 25 മില്യൺ മാത്രം തന്നാൽ മതി. ആണോ? എന്നാൽ ശരി, ഞാൻ ഇപ്പം തന്നെ $25 മില്യൺ നിന്റെ അക്കൗണ്ടിലേക്ക് അയച്ചുതരാം. ഓക്കെ, ഞാനങ്ങനെ സിമോൻ്റെ അക്കൗണ്ടിലേക്ക് പൈസയ്ക്ക് അയച്ചു കൊടുത്തുട്ടാ. 25 മില്യൺ അയച്ചു കൊടുത്തു. ഇനിയിപ്പോൾ നമുക്ക് എക്സ്പെരിമെൻ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഈ സൈഡിൽ പിന്നെ ഇഷ്ടം പോലെ റേഞ്ച് റോവർ ഉണ്ട്. നമുക്കപ്പോൾ ഈ വണ്ടികളില്ലേ അതൊരു ലൈനിലായിട്ട് പാർക്ക് ചെയ്യാം. ഈ എക്സ്പെരിമെൻ്റ് പിന്നെ ചെയ്യാനേ എന്തായാലും കുറച്ച് ടൈം എടുക്കൂട്ടാ. അപ്പോഴേക്കും നിങ്ങൾ ഒരു കാര്യം ചെയ്യ്, ഈ വീഡിയോ ഇതായിരിക്കും ലൈക്ക് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാട്ടാ. അത് മാത്രമല്ല, ചാനൽ ഇതൊരിക്കൽ സബ് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. നമുക്കപ്പോൾ ഈ എക്സ്പെരിമെൻ്റ് അങ്ങ് കംപ്ലീറ്റ് ചെയ്യാം. a few moments later. ഓക്കെ, ഇവിടെ ഞാൻ എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞേക്കാണ് കേട്ടാ. ഇനിയിപ്പോൾ ഫൈനൽ റിസൾട്ടൊക്കെ ഞാൻ കാണിച്ചു തരാം. ഞാൻ പിന്നെ ഇവിടെ ഡ്രോൺ പറത്താൻ പോവാ. ഇനിയിപ്പോൾ ഡ്രോൺ ഷോട്ട് കാണിച്ചു തരാം. 3, 2, 1, ലെറ്റ്സ് ഗോ. ഗൈസ്, നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുണ്ടാ, ഞാനിവിടെ റേഞ്ച് റോവർ വെച്ചിട്ട് ഒരു ഇന്ത്യൻ ഫ്ലാഗ് ഉണ്ടാക്കിയേക്കാ. എങ്ങനെയുണ്ട് സംഭവം? നൈസായിട്ടില്ലേ? ഇത് പിന്നെ നൈസായിട്ട് കേട്ടാ, ഒരു രക്ഷയില്ല. മേലെ ഓറഞ്ച്, അടിയിൽ ഗ്രീന്, നടുക്കിൽ വെള്ളയും. പിന്നെ അശോക ചക്രം ഉണ്ട് കേട്ടാ. അതിനായിട്ട് നീല കളർ റേഞ്ച് റോവർ ഇല്ലേ അത് 2 വെച്ചിട്ടുണ്ട്. എന്തുട്ടായാലും സംഭവം കുഴപ്പമില്ല കേട്ടാ, നൈസായിട്ടുണ്ട്.